സിസേറിയൻ കഴിഞ്ഞ സ്ത്രീകളിലെ സർജിക്കൽ സ്കാറിനോട് ചേർന്നിട്ട് മെൻസസിന്റെ സമയത്ത് നല്ല രീതിയിൽ വേദന വരുന്നവരുണ്ട്. യൂട്രസ് സംബന്ധമായിട്ടുള്ള സർജറി കഴിഞ്ഞവരിലോ അല്ലെങ്കിൽ എപ്പിസോട്ടമി ചെയ്ത കേസുകളിലൊക്കെ ആയിട്ട് ഈ സർജിക്കൽ സ്കാറിൽ ഉണ്ടാക്കുന്ന എൻഡോമെട്രിയോസിസ് ആണ് സ്കാർ എൻഡോമെട്രിയോസിസ്. സർജറിയുടെ സമയത്ത് ഈ യൂട്രസിനകത്തുള്ള എൻഡോമെട്രിയൽ ടിഷ്യൂ ഈ സ്റ്റിച്ചിന്റെ അടുത്ത് പെടുകയും അവിടെ വളരുകയും ചെയ്യുന്നതിനാണ് സ്കാർ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഈ സർജിക്കൽ സ്കാറിനടുത്ത് കുറച്ച് കട്ടി കൂടി വരികയും അവിടെ അഡഷൻസ്, അതായത് ഒട്ടിപ്പിടിക്കുന്നതൊക്കെ കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണ്. പക്ഷേ സ്കാർ എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോൾ നമുക്ക് പീരീഡ്സിന്റെ സമയത്ത് അല്ലെങ്കിൽ ഓവുലേഷന്റെ സമയത്തൊക്കെ നല്ല പെയിൻഫുൾ ആയിരിക്കും. നമ്മുടെ യൂട്രസിൽ ഉണ്ടാവുന്ന ബ്ലീഡിങ് പോലെ തന്നെ ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ വളരുന്ന ഈ സ്കാർസിലും ഉള്ളില് ബ്ലീഡിങ് ഉണ്ടാവുകയും അവിടെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുകയും അവിടെ നമുക്ക് നല്ല തൊട്ടാൽ തന്നെ വേദന വരുന്ന ടെൻഡർനെസ്സും നല്ല അസ്വസ്ഥത ഉണ്ടാവുകയും ചെയ്യും. ചില കേസുകളിൽ ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ ഒരു മുഴ പോലെ, ഒരു ന്യൂഡ്യൂൾ പോലെ നിൽക്കും. അത് സൈസ് ഇൻക്രീസ് ചെയ്ത് വരികയാണ്, നല്ല രീതിയിൽ അസ്വസ്ഥതയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സർജറി ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. പക്ഷെ പല കേസുകളിലും സർജറി ചെയ്ത് കഴിഞ്ഞാലും സ്റ്റിച്ചിന്റെ മറ്റ് സൈഡുകളിലായിട്ട് വീണ്ടും എൻഡോമെട്രിയോസിസ് വരുന്നതായി കണ്ടിട്ടുണ്ട്. സ്കാർ എൻഡോമെട്രിയോസിസ് ആണോ എന്നുള്ള ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം, MRI എടുത്ത് നോക്കാം. ഇതുപോലെ മെൻസസിന്റെ സമയത്തോ അല്ലെങ്കിൽ ഓവുലേഷൻ സമയത്തോ ഒക്കെ സ്റ്റിച്ചിന്റെ ഭാഗം ഒന്ന് ടച്ച് ചെയ്യാൻ പോലും പറ്റാത്ത വിധം വേദനയുള്ളവർക്ക് മേ ബി സ്കാർ എൻഡോമെട്രിയോസിസ് ആവാം. അത്തരത്തില് ലക്ഷണങ്ങളുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫോളോ ഫോർ മോർ.